വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമീട്ടാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. വാ താരങ്ങളിൽ നേരിന്റെ കൂടുകൂട്ടാൻ, സ്നേഹത്തിൻ ശീലുമീട്ടാൻ, ധർമ്മത്തിൻ ക്ഷീരമൂട്ടാൻ. സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്, സ്നേഹസംഗം സിന്ദാബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഷുക്കൂർ വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ അറസ്റ്റിൽ. ജയരാജനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജയരാജന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നാളെ CPM ഹർത്താൽ. അറസ്റ്റിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ അക്രമം. ഇന്നും നാളെയും ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ പ്രേരിതമായ കള്ളക്കേസാണെന്ന് P ജയരാജൻ. പാർട്ടിയെ തകർക്കാൻ കോൺഗ്രസ് ശ്രമമെന്ന് പിണറായി വിജയൻ. ദുബായ് രാജ്യാന്തര ഖുർആൻ അവാർഡ് കാന്തപുരത്തിന്റെ പ്രഭാഷണം ശനിയാഴ്ച നടക്കും. പവർ ഗ്രിഡുകൾ തകരാറിലായതിനെ തുടർന്ന് മുടങ്ങിയ വൈദ്യുതി വിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി കേന്ദ്ര ഊർജ്ജമന്ത്രി വീരപ്പ മൊയ്ലി. വാർത്തകൾ വിശദമായി. ഷുക്കൂർ വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ അറസ്റ്റിൽ. കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ജയരാജനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊലപാതക വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്നാണ് കുറ്റം. ജയരാജനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. ഷുക്കൂർ വധക്കേസിൽ 3ാം വട്ടം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ജയരാജനെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത്. ഫെബ്രുവരി 20 തളിപ്പറമ്പ് അരിയിലിൽ ലീഗ് പ്രവർത്തകൻ അബ്ദുൽ ഷുക്കൂർ കൊല്ലപ്പെട്ടത് P ജയരാജന്റെ കൂടി അറിവോടെയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവം നടന്ന് 5 മാസം പിന്നിട്ട ശേഷമാണ് വധഗൂഢാലോചനയിൽ പങ്കെടുത്തതിന് CPM ജില്ലാ സെക്രട്ടറി അറസ്റ്റിലാവുന്നത്. IPC 120B വകുപ്പനുസരിച്ച് വധഗൂഢാലോചന, 118 വകുപ്പനുസരിച്ച് കൊലപാതക വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നിവയാണ് ജയരാജനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. കേസിൽ മുമ്പ് 2 വട്ടം ചോദ്യം ചെയ്ത ജയരാജനെ TV രാജേഷ് MLA മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഷുക്കൂർ കൊല്ലപ്പെട്ട ദിവസം അരിയിലെ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ ജയരാജനും TV രാജേഷിനുമെതിരെ ആക്രമണമുണ്ടായിരുന്നു. തുടർന്ന് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജയരാജന്റെ മുറിയിൽ ഗൂഢാലോചന നടന്നെന്നാണ് മറ്റു പ്രതികളിൽ നിന്ന് പോലീസിന് ലഭിച്ച മൊഴി. രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ പ്രകടനമായാണ് ജയരാജൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അറസ്റ്റിന് ശേഷം ജയരാജനെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പോലീസ് സ്റ്റേഷന് പുറത്ത് സംഘർഷമുണ്ടായി. SP-യുടേതടക്കം പോലീസ് വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. മാധ്യമപ്രവർത്തകരെയും കയ്യേറ്റം ചെയ്തു. ജയരാജന്റെ അറസ്റ്റിനെ തുടർന്ന് കണ്ണൂരിലും സമീപ ജില്ലകളിലും പരക്കെ അക്രമമുണ്ടായി. പോലീസ് സ്റ്റേഷനുകൾക്കും പാർട്ടി ഓഫീസുകൾക്കും മാധ്യമങ്ങൾക്കും കടകൾക്കും നേരെ ആക്രമണമുണ്ടായി. പയ്യന്നൂർ സബ് കോടതിക്കു നേരെയും ആക്രമണമുണ്ടായി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കേന്ദ്രസേനയെ വിന്യസിക്കാൻ തീരുമാനിച്ചു. നിരോധനാജ്ഞയും ലംഘിച്ചാണ് CPM കണ്ണൂർ SP ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. വൻ പോലീസ് സന്നാഹം പ്രതിഷേധക്കാരെ നേരിടാൻ അണിനിരന്നിരുന്നു. സമീപത്തെ കടകൾക്കും സർക്കാർ ഓഫീസുകൾക്കു നേരെയും ആക്രമണം നടന്നു. പോലീസ് പലവട്ടം കണ്ണീർവാതകം പ്രയോഗിച്ചു. കണ്ണൂർ കോടതിക്ക് മുന്നിൽ രാവിലെ ജയരാജന്റെ അറസ്റ്റ് നടന്ന ഉടനെയാണ് CPM പ്രവർത്തകർ കടകൾ അടിച്ചു തകർത്തത്. ഇരിട്ടി കൂത്തുപറമ്പ് CI ഓഫീസുകൾക്ക് നേരെ കല്ലേറുണ്ടായി. കൂത്തുപറമ്പിൽ കല്ലേറിൽ മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റു.
ഇരിട്ടിയിൽ 2 SIമാരുൾപ്പെടെ 7 പോലീസുകാർക്കും 3 CPM പ്രവർത്തകർക്കും പരിക്കേറ്റു. പയ്യന്നൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീടിനു നേരെ ആക്രമണമുണ്ടായി. പേരാവൂർ കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർത്തു. നീലേശ്വരത്ത് CPM പ്രവർത്തകർ പ്രകടനം നടത്തി. ബത്തേരിയിൽ ദേശീയപാത ഉപരോധിച്ചു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് നഗരങ്ങളിലും CPM DYFI പ്രവർത്തകർ പ്രകടനം നടത്തി. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് കല്ലെറിഞ്ഞു. കസബ CI പ്രമോദിന് പരിക്കേറ്റു. പി ജയരാജന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ നാളെ സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും ഹർത്താലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അറിയിച്ചു. പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയവ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഹർത്താലിൽ സഹകരിച്ച് സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പവർ ഗ്രിഡുകൾ തകരാറിലായതിനെ തുടർന്ന് മുടങ്ങിയ വൈദ്യുതി വിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി കേന്ദ്ര ഊർജ്ജമന്ത്രി വീരപ്പ മൊയ്ലി. പവർ ഗ്രിഡിൽ നിന്ന് അധികമായി വൈദ്യുതി എടുത്ത 5 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നോട്ടീസ് അയച്ചു. രാവിലെ 11 മണിയോടെയാണ് 3 പവർ ഗ്രിഡുകളിലെയും തകരാറുകൾ പൂർണ്ണമായി പരിഹരിച്ചത്. വൈദ്യുതി പ്രതിസന്ധിയുണ്ടായ 20 സംസ്ഥാനങ്ങളിലും വൈദ്യുതി വിതരണം ഇപ്പോൾ സാധാരണ നിലയിലാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ 24 മണിക്കൂറും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ഊർജ്ജ വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം മന്ത്രി വീരപ്പ മൊയ്ലി പ്രഖ്യാപിച്ചു. സംസ്ഥാന റെഗുലേറ്ററി ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Grid should never collapse, and it has to be sustained both on the short term and also the long term basis. So that's the need of the hour and the need of the country, which we are going to ensure. So how do you propose? Now it is 100%. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ അനുവദീയമായതിലും അധികം വൈദ്യുതി പവർ ഗ്രിഡിൽ നിന്ന് എടുത്തതാണ് വിതരണ ശൃംഖല തകർത്തത്. ഈ 3 സംസ്ഥാനങ്ങളും കൂടി 3000 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇന്നലെ രാവിലെ അധികമായി എടുത്തത്. ഹരിയാന അനുവദിച്ചിട്ടുള്ളതിലും 22% വൈദ്യുതി ഗ്രിഡിൽ നിന്ന് എടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് അധികമായി വൈദ്യുതി എടുത്ത ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നോട്ടീസ് അയച്ചത്. ഈ മാസം 14-ന് അതാത് സംസ്ഥാനങ്ങളിലെ വൈദ്യുത വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്കിൽ നേരിയ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചു. 120 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കുമെന്നും കാർഷിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി നിരക്ക് വർധന പൂർണ്ണമായി സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 16ാമത് ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ പരിപാടികളുടെ ഭാഗമായി മലയാളികൾക്കായി സംഘടിപ്പിക്കുന്ന റമളാൻ പ്രഭാഷണ വേദിയിൽ ഓഗസ്റ്റ് 4 ശനിയാഴ്ച അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഹിസൈസ് ജമിയത്തുൽ ഇസ്ലാഹ് ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണം നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാത്രി 10:15-നാണ് പരിപാടികൾക്ക് തുടക്കമാവുക. ദുബായ് സുന്നി മർക്കസിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രഭാഷണം ഒരുക്കുന്നത്. വിശുദ്ധ ഖുർആൻ മാനവികതയെ ഉണർത്തുന്നു എന്നതാണ് പ്രഭാഷണ വിഷയം. പരിപാടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ICF RC ഘടകങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രഭാഷണ സ്ഥലത്തേക്ക് പ്രത്യേക വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാഷണം ശ്രവിക്കാനെത്തുന്നവർക്കായി ഓഡിറ്റോറിയത്തിനു പുറത്തും ഇരിപ്പിടങ്ങൾ ഒരുക്കും. പുറത്ത് ബിഗ് സ്ക്രീനുകളും സ്ഥാപിക്കും. ഇത് 7ാം തവണയാണ് ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ പരിപാടിയിൽ സുന്നി മർക്കസ് പ്രതിനിധി പ്രഭാഷണം നടത്തുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 3ാം തവണയാണ് പ്രഭാഷണത്തിനെത്തുന്നത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, C മുഹമ്മദ് ഫൈസി, മുഹമ്മദ് ഷാഫി സഖാഫി എന്നിവരാണ് പ്രസംഗിച്ചത്. ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി ഔക്കാഫ് സാരഥികൾക്കു പുറമെ SMA സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയ കേരളത്തിൽ നിന്നെത്തിയ പണ്ഡിതരും സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ, വ്യവസായികൾ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ സയ്യിദ് ഷംസുദ്ദീൻ ബ അലവി, ദുബായ് ICF പ്രസിഡന്റ്, സ്വാഗത സംഘം ചെയർമാൻ മുസ്തഫ ദാരിമി വിളയൂർ, കൺവീനർ അബ്ദുൽ അസീസ് സഖാഫി മമ്പാട് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു.
റോഹിംഗ്യ മുസ്ലിം വിഭാഗത്തെ തള്ളിപ്പറഞ്ഞ് വീണ്ടും മ്യാൻമർ സർക്കാർ രംഗത്തെത്തി. മ്യാൻമർ പൌരന്മാരായി റോഹിംഗ്യകളെ പരിഗണിക്കാൻ ആകില്ലെന്നും രാജ്യത്തെ 150ഓളം വരുന്ന വംശീയ വിഭാഗത്തിൽ റോഹിംഗ്യകൾ ഇല്ലെന്നും മ്യാൻമർ കുടിയേറ്റ വകുപ്പ് മന്ത്രി ടീൻ ഹിറ്റായി വ്യക്തമാക്കി. ആഴ്ചകൾക്ക് മുമ്പ് റോഹിംഗ്യകളെ തള്ളിപ്പറഞ്ഞ് പ്രസിഡന്റ് തീൻ സീൻ രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ 8 ലക്ഷത്തോളം വരുന്ന റോഹിംഗ്യ വിഭാഗം ബംഗ്ലാദേശിൽ നിന്നെത്തിയ കുടിയേറ്റക്കാരാണെന്നും ഇവരെ പൌരന്മാരായി അംഗീകരിക്കാൻ ആകില്ലെന്നുമാണ് കുടിയേറ്റ വകുപ്പ് മന്ത്രിയുടെ കണ്ടെത്തൽ. റോഹിംഗ്യ വിഭാഗത്തിനെതിരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ UN പ്രതിനിധി തോമസ് ഓജിയ കിൻഡാന മ്യാൻമറിലെത്തിയ സാഹചര്യത്തിലാണ് തീൻ ഹിറ്റായുടെ പ്രസ്താവന എന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം രാത്രി മ്യാൻമർ തലസ്ഥാനത്തെത്തിയ കിൻഡാന മ്യാൻമർ സർക്കാരിലെ പ്രതിനിധികളുമായും പ്രതിപക്ഷ നേതാവ് ആങ് സാൻ സൂകിയുമായും ചർച്ച നടത്താനിരിക്കുകയാണ്. 2 ആഴ്ച നീളുന്ന സന്ദർശനം നടത്താനാണ് കിൻഡാന ഇവിടെ എത്തിയിരിക്കുന്നത്. റോഹിംഗ്യ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണം നടത്തുന്ന ബുദ്ധവർഗീയവാദികൾക്ക് പ്രചോദനമാകുന്ന നിലപാടാണ് മ്യാൻമർ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്നതിന്റെ തെളിവാണ് കുടിയേറ്റ മന്ത്രിയുടെ പ്രസ്താവന. റോഹിംഗ്യ വിഭാഗത്തിന് നേരെ രൂക്ഷമായ ആക്രമണം നടന്നപ്പോഴും മ്യാൻമർ സർക്കാർ വർഗീയവാദികൾക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിരുന്നത്. ഇതിനെതിരെ ആഗോളതലത്തിൽ ശക്തമായ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. റോഹിംഗ്യ ആക്രമണത്തിനെതിരെ UN മനുഷ്യാവകാശ വക്താവ് നെവി പിള്ളയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. അമിതമായി ഇന്റർനെറ്റ് ഉപയോഗത്തെ പിതാവ് വിലക്കിയതിനെ തുടർന്ന് 10ാം ക്ലാസ്സുകാരി ജീവനൊടുക്കി. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും മറ്റും 14കാരി ധാരാളം സമയം ചിലവഴിക്കാറുണ്ടായിരുന്നു. കോയമ്പത്തൂരിലെ വെള്ളക്കിണറിലെ VCS നഗറിലെ ഷോളെ ആണ് ജീവനൊടുക്കിയത്. ദുബൈയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന പിതാവ് അരുണാചലമാണ് മകളുടെ അമിതമായ ഇന്റർനെറ്റ് ഉപയോഗം വിലക്കിയത്. സ്കൂൾ വിട്ടുവന്നാൽ സോഷ്യൽ സൈറ്റുകളിൽ കൂട്ടുകാരുമായി ചാറ്റ് ചെയ്യുകയും ഗെയിമിൽ മുഴുകുകയുമാണ് ഷോളയുടെ പതിവ്. ഇന്റർനെറ്റ് കണക്ഷൻ ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഷോളെ പതിവ് തുടർന്നു. ഇതിനിടയിൽ കണക്ഷന്റെ പാസ്വേഡ് മാറ്റുകയും ചെയ്തു. പിറ്റേന്ന് മാതാവ് പുറത്തുപോയ സമയത്താണ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ, ആസുരകളിലെ ദുരപേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോ ചിരിതൂകിടാൻ വിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ, ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങളിൽ സൗദി അറേബ്യ പുകവലി നിരോധനം ഏർപ്പെടുത്തി. റെസ്റ്റോറന്റ്, കോഫി ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലും രാജ്യത്തിന്റെ പ്രധാന തെരുവുകളിലുമാണ് നിരോധനം പ്രാബല്യത്തിൽ വരിക. പുകവലിക്കുന്നതിന് പുറമെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും 18 വയസ്സിന് താഴെയുള്ളവർ വാങ്ങുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ SPAയിലൂടെ ആഭ്യന്തരമന്ത്രി അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരനാണ് നിരോധനം പ്രഖ്യാപിച്ചത്. പൊതുജനാരോഗ്യം മാനിച്ചാണ് നിരോധനം ഏർപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സൗദി കഴിഞ്ഞ വർഷം വിമാനത്താവളങ്ങളിൽ പുകവലി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ലോകത്തെ 4ാമത്തെ പുകയില ഇറക്കുമതി രാജ്യമാണ് സൗദി അറേബ്യ. 6 കോടിയോളം വരുന്ന സൗദി പൌരന്മാർ $8 കോടി പുകയില ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതെന്ന് വക്താക്കൾ അറിയിച്ചു. കടുത്ത ചൂടിൽ വെന്തുരുകുകയാണ് UAE. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ചൂടാണ് ജൂലൈ മാസത്തിൽ അനുഭവപ്പെട്ടതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ കണ്ടെത്തി.
കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ആദ്യമായാണ് ജൂലൈ മാസത്തിൽ ഉഷ്ണം ഉച്ചിയിലെത്തുന്നത്. 2003 അനുഭവിച്ച കഠിന ചൂടിനെ ഓർമ്മിപ്പിക്കും വിധത്തിൽ ഈ മാസം ചൂട് 50.4 ഡിഗ്രിയിൽ എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. കടുത്ത ചൂട് അനുഭവിക്കുന്ന സുഡാനിൽ താപനില കുറഞ്ഞിരിക്കെ UAEയിൽ ചൂടിന്റെ കാഠിന്യം കൂടിയത് കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ നിലയം നിലവിൽ വന്ന ശേഷം കടുത്ത ചൂട് അനുഭവിച്ചത് 2002 ജൂലൈ 30 അബുദാബിയിലെ അൽ ഗർബിയയിൽ അന്ന് 52.1 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2003 മുതൽ 2011 വരെ ഉയർന്ന താപനില 47.9 ഡിഗ്രിക്കപ്പുറം കടന്നിട്ടില്ല. ഇത്തവണ സുവൈഹാനിലാണ് 50.4 ഡിഗ്രി അനുഭവപ്പെട്ടത്. അൽ ഗർബിയയിൽ 50.3 ഡിഗ്രിയും. ചൂടിനൊപ്പം ഈർപ്പവും കൂടിയിട്ടുണ്ട്. ശരാശരി അന്തരീക്ഷ ഈർപ്പം 89 ഡിഗ്രിയാണെങ്കിലും ചില മേഖലകളിൽ 98 ഡിഗ്രി വരെ എത്തിയതായി അധികൃതർ വെളിപ്പെടുത്തി. സംഘടനാ വാർത്തകൾ. RSC ഉണർത്തു സമ്മേളന വാർത്തകൾ. പ്രലോഭനങ്ങളെ അതിജയിക്കാൻ RSC സ്നേഹസംഘത്തിന്റെ സ്നേഹ ശൃംഖല. സ്നേഹസംഘം സിന്ദാബാദ്, സ്നേഹസംഘം സിന്ദാബാദ്, സ്നേഹസംഘം സിന്ദാബാദ്, സ്നേഹസംഘം സിന്ദാബാദ്. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന സന്ദേശത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ RSC ഗൾഫിലെ 500 കേന്ദ്രങ്ങളിൽ ഉണർത്തു സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി RSC മക്ക സോണൽ കമ്മിറ്റി സ്നേഹ ശൃംഖല സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ കാലയളവിൽ സംഘടനയുടെ സേവന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തിരഞ്ഞെടുത്ത സ്നേഹസംഘത്തിന്റെ പ്രഥമ സോൺ തല സംഗമമായിരുന്നു മക്കയിലെ ഓഹാലിദ് നഗറിൽ നടന്നത്. സ്നേഹസംഘാംഗങ്ങൾക്ക് എഞ്ചിനീയർ നജീം തിരുവനന്തപുരം സേവന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പല ഓമന പേരുകളിലും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ പ്രവാസികൾക്ക് നേരെ വാളോങ്ങുമ്പോൾ അവയെ അതിജയിക്കാനുള്ള കരുത്ത് ആർജിക്കാനായി സ്നേഹസംഘാംഗങ്ങൾ കൂടുതൽ കരുത്തോടെ സേവന രംഗത്ത് സജീവമാകണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച RSC ഗൾഫ് ചാപ്റ്റർ സാംസ്കാരിക വിഭാഗം കൺവീനർ അബ്ദുൽ ജലീൽ വെളിമുക്ക് ഓർമ്മപ്പെടുത്തി. സാമ്പത്തിക ഭദ്രത, ലഹരിമുക്ത ജീവിതം, നല്ല സാമൂഹിക ബന്ധങ്ങൾ, സാംസ്കാരിക വ്യക്തിത്വം തുടങ്ങിയ ആശയങ്ങൾ പ്രവാസി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. RSC സൗദി ദേശീയ സമിതി അംഗം ഉസ്മാൻ കറുകത്താണി, സോൺ വൈസ് ചെയർമാൻ റഷീദ് വേങ്ങര, എഞ്ചിനീയർ മുനീർ വാഴക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. RSC ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി കുവൈത്ത് സിറ്റി സോൺ തല പ്രഥമ സംഗമം സ്നേഹ ശൃംഖല സാൽമിയ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഹാളിൽ വെച്ച് നടന്നു. ചെയർമാൻ ഷമീർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സോൺ ജനറൽ കൺവീനർ ജാഫർ ചപ്പാരപ്പടവ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ദൌത്യവും നിയോഗവും എന്ന സെഷന് RSC നാഷണൽ ആക്ടിംഗ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് സഖാഫി നേതൃത്വം നൽകി. യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുത്ത RSCയുടെ സന്നദ്ധ സേവന വിഭാഗമായ സ്നേഹ സംഘാംഗങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടുന്നതിന് അവസരമൊരുക്കിയതായിരുന്നു രണ്ടാം സെഷൻ. സ്നേഹസംഘം ആർജിച്ചെടുക്കേണ്ട സാംസ്കാരികവും സാങ്കേതികവുമായ കഴിവുകളെ സംബന്ധിച്ചും സോൺ തലത്തിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റിയും വിശദീകരിച്ചു. പരിപാടികൾ പ്രവർത്തനമെന്ന മൂന്നാം സെഷന് അബൂബക്കർ സിദ്ദീഖ് കൂട്ടായി നേതൃത്വം നൽകി. പൊതുലോകത്തിന്റെ പ്രലോഭനങ്ങളെ അതിജയിക്കാൻ മദീനയിലെ അൻസാറുകളുടെ സഹനശീലവും സേവന മനസ്സും സ്വത്വങ്ങളിൽ പകർത്തുമെന്ന അവസാന സെഷനായ ശൃംഖലയിൽ സ്നേഹസംഘാംഗങ്ങൾ കൈകോർത്തു പിടിച്ച് പ്രതിജ്ഞ ചെയ്തു. മുഹമ്മദ് ബാദുഷ മുട്ടന്നൂർ, സ്വാദിഖ് കൊയിലാണ്ടി, മുഹമ്മദ് അലി സഖാഫി പട്ടാമ്പി തുടങ്ങിയവർ സംബന്ധിച്ചു. കേച്ചേരി മമ്പൗൽ ഹുദ കമ്മിറ്റിയുടെ കീഴിൽ UAEയിൽ നാഷണൽ മീറ്റും ഇഫ്താർ സംഗമവും സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 3 വെള്ളിയാഴ്ച 2 മണിക്ക് ദുബായ് മർക്കസിൽ നടക്കുന്ന പരിപാടിയിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ അതിഥിയായിരിക്കും. തുടർന്ന് രാത്രി 10 മണിക്ക് ഷാർജ സുന്നി സെന്ററിൽ നടക്കുന്ന ബദർ അനുസ്മരണ സമ്മേളനം തൊഴിയൂർ മുഹമ്മദ് കുഞ്ഞി സഖാഫിയുടെ അധ്യക്ഷതയിൽ UAE ICF നാഷണൽ സെക്രട്ടറി CMA കബീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ബദർ സ്മൃതി എന്ന വിഷയത്തിൽ നാസറുദ്ദീൻ സഖാഫി കോട്ടയം മുഖ്യ പ്രഭാഷണം നടത്തും.
അറിവിനെ സമരായുധമാക്കുക എന്ന ശീർഷകത്തിൽ ക്യാമ്പസുകളിൽ SSF നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി ഇന്ന് മെമ്പർഷിപ്പ് ദിനം ആചരിച്ചു. വിവിധ പ്രൊഫഷണൽ, ആർട്സ് ആൻഡ് സയൻസ്, പാരലൽ കോളേജുകൾ കേന്ദ്രമാക്കിയുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനത്തിലൂടെയാണ് SSF പുതിയ പ്രവർത്തകരെ ധർമ്മസംഘത്തിൽ കണ്ണികളാക്കുന്നത്. ക്യാമ്പസ് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി നിർവഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ K അബ്ദുൽ കലാം പങ്കെടുത്തു. സംസ്ഥാനത്തെ പ്രമുഖ പ്രൊഫഷണൽ കോളേജ് ക്യാമ്പസുകളിൽ സംസ്ഥാന ഭാരവാഹികളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ജില്ലാ നേതാക്കളും സംബന്ധിച്ചു. സംസ്ഥാന ക്യാമ്പസ് കൌൺസിൽ യോഗത്തിൽ ചെയർമാൻ PA മുഹമ്മദ് ഫാറൂഖ് നെയ്മി അധ്യക്ഷത വഹിച്ചു. ക്യാമ്പസ് സെക്രട്ടറി ഉമർ ഓങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു. SSF 40ാം വാർഷിക സമ്മേളനത്തിന്റെ മുന്നോടിയായി സംസ്ഥാന പ്രമേയ പഠനശില്പശാല ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നടക്കും. SSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളും സ്റ്റേറ്റ് ടീം അംഗങ്ങളുമാണ് ശില്പശാലയിലെ പ്രതിനിധികൾ. റമദാൻ 25ാം രാവിൽ മടവൂർ CM സെന്ററിൽ ദുആ സമ്മേളനവും ആത്മീയ സദസ്സും സംഘടിപ്പിക്കുന്നു. സമൂഹ നോമ്പുതുറയോടെ പരിപാടികൾ ആരംഭിക്കും. ഉത്ബോധനം, ദിക്ർ മജ്ലിസ്, സ്വലാത്ത് ജൽസ, മൗലിദ് സദസ്സുകൾ, ഏത്തിക്കാഫ്, ദുആ സമ്മേളനം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളിലായി സയ്യിദ് ത്വയ്യിബ് ജമലുല്ലൈലി കല്ലൂർ, TK അബ്ദുറഹ്മാൻ ബാഖവി, സയ്യിദ് സക്കരിയ കാമിൽ സഖാഫി, സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ തുടങ്ങിയ പ്രമുഖ പണ്ഡിതർ പങ്കെടുക്കും. വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ എന്ന ശീർഷകത്തിൽ SYS സംഘടിപ്പിക്കുന്ന റമളാൻ പ്രഭാഷണം ഇന്ന് തലക്കടത്തൂരിൽ തുടക്കം കുറിച്ചു. 4 ദിനങ്ങളിലായി നടക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശിയാണ് നേതൃത്വം നൽകുന്നത്. രാവിലെ 9 ആരംഭിക്കുന്ന പ്രഭാഷണ വേദികളിൽ ഓരോ ദിവസങ്ങളിലും മത, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അതിഥികളായെത്തും. സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂരിന്റെ പ്രാർത്ഥനയോടെയാണ് ഇന്നത്തെ പരിപാടിക്ക് ആരംഭം കുറിച്ചത്. സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കാസർകോട് സാദിയ പ്രിൻസിപ്പൽ AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. PKM സഖാഫി ഇരിങ്ങല്ലൂർ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, മുഹമ്മദ് സാദിഖ് വെളിമുക്ക് തുടങ്ങിയവർ സംബന്ധിച്ചു. 2ാം ദിനമായ നാളെ സയ്യിദ് ഹബീബ് കോയ തങ്ങൾ ചേരക്കാപ്പറമ്പ് പ്രാർത്ഥന നടത്തും. N ബാവ മുസ്ലിയാർ, തെനാളൂർ അബ്ദുള്ള മുസ്ലിയാർ, സാദിഖ് സഖാഫി പെരിന്താറ്റിരി സംബന്ധിക്കും. 4-ന് തിരൂർക്കാട് സയ്യിദ് ഹുസൈൻ ശിഹാബ് അഹമ്മദ് ശിഹാബ് തങ്ങൾ പ്രാർത്ഥന നടത്തും. മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ, ഹജ്ജ് കമ്മിറ്റി അംഗം CP സേദലവി മാസ്റ്റർ ചെങ്ങര, മുഹമ്മദ് പറവൂർ തുടങ്ങിയവർ സംബന്ധിക്കും. സമാപന ദിവസമായ 5-ന് ചേളാരി സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ പ്രാർത്ഥന നടത്തും. സയ്യിദ് KPH തങ്ങൾ കാവനൂർ അധ്യക്ഷനാകും. KT ജലീൽ MLA, പകര മുഹമ്മദ് അഹ്സനി, KT ത്വാഹിർ സഖാഫി സംസാരിക്കും. തുടർന്ന് നടക്കുന്ന ദുആ സമ്മേളനത്തിൽ പ്രമുഖ സാദാത്യങ്ങളും പണ്ഡിതന്മാരും സംബന്ധിക്കും. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ UAE പ്രസിഡന്റ് ഷേഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ റമളാൻ അതിഥിയായി UAEയിലെത്തിയ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ UAE വിശേഷങ്ങളും റമളാൻ സന്ദേശവുമായി KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ നമ്മോടൊപ്പം ചേരുന്നു. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാം, കൈരളിയിൽ ഹൈറുടരാം, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹു സയ്യിദ് അവർക്ക് KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. UAE പ്രസിഡന്റ് ഷേഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ റമളാൻ അതിഥിയായിട്ടാണ് താങ്കൾ UAEയിലെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഷേഖ് ഖലീഫയുടെ കീഴിൽ താങ്കൾക്കുള്ള പ്രോഗ്രാമുകൾ? മുസ്ലിം രാജ്യങ്ങളിൽ
വളരെ വളരെ സുത്യർഹവും മാതൃകാപരവുമായ പ്രവർത്തനമാണ് UAE ഭരണാധികാരി സാഹിബ് സുമു റയീസുദ്ദൗല അഷേഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഹഫിളഹുല്ലാഹ് മഹാനവറുകൾ ചെയ്തു വരുന്നത്. മഹാനവറുകളുടെ പിതാവ് ലോക ഭരണാധികാരികൾ സർവസമ്മതനും എന്നെന്നും സ്മരിക്കപ്പെടുന്നവരുമായ മർഹൂം അൽ മഗ്ഫൂർ ലഹു ബിഇദ്നില്ലാഹ് അഷേഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങി വെച്ച ദൗത്യം പരിശുദ്ധമായ റമളാൻ മനുഷ്യന്റെ വിജയത്തിന്റെയും പുരോഗതിയുടെയും പാപമോചനത്തിന്റെയും എല്ലാവിധ നന്മയുടെയും പൂക്കാലമാണല്ലോ. അതിനു വേണ്ടി UAEയിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ ജനങ്ങൾ ജോലിക്കാരായി നിൽക്കുന്നോ അവരുടെ എല്ലാം വിജയവും ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നുമുള്ള ലോക പ്രശസ്തരായ പണ്ഡിതന്മാരെ അതിഥികളായി ക്ഷണിച്ചു വരുത്തി അവർക്ക് ലോകത്തെ ഏറ്റവും ഉയർന്ന പദവി, ഏറ്റവും നല്ല വാഹനം, നല്ല ഡ്രൈവർ, 5 സ്റ്റാർ ഹോട്ടൽ, 5 സ്റ്റാർ അക്കോമഡേഷനും ഫുഡും നൽകി എല്ലാറ്റിലേറെ റമദാനിന്റെ എല്ലാ രാവുകളിലും പകലുകളിലും വ്യത്യസ്തങ്ങളായ പള്ളികളിലും ഓഡിറ്റോറിയങ്ങളിലും ക്ലബ്ബുകളിലും വിവിധ വിജ്ഞാന സദസ്സുകൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇത്തവണ 57 ലോക പ്രശസ്തരായ പണ്ഡിതന്മാരുണ്ട്. ഇബ്നു ബയ്യ പോലുള്ള, ഹംസ യൂസുഫ് പോലുള്ള ലോക പ്രശസ്തരായ നേതാക്കന്മാർ ഇത്തവണത്തെ അതിഥികളാണ്. അതിൽ ഇന്ത്യയിൽ നിന്ന് ഈ വിനീതനെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് നിങ്ങളുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ ദുആയുടെയും പണ്ഡിതന്മാരുടെ മഹാനായ ശൈഖുന താജുൽ ഉലമ, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, മഹാനായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, നൂറുൽ ഉലമ MA ഉസ്താദ്, സിത്താരി ഉസ്താദ്, പർമ ഉസ്താദ്, മഹത്തുക്കളായ പണ്ഡിത നേതൃത്വത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സകരായ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ ദുആയുടെയും അവരുടെ ആശീർവാദത്തിന്റെയും ഫലമായി അൽഹംദുലില്ലാഹ് റമദാൻ 1 വെള്ളിയാഴ്ച കാലത്ത് 7 മണിക്ക് ഇത്തിഹാദ് എയർപോർട്ടിൽ, ഇത്തിഹാദ് അബുദാബി എയർപോർട്ടിൽ ഇത്തിഹാദ് വന്നിറങ്ങി. അൽഹംദുലില്ലാഹ് എയർപോർട്ടിൽ തന്നെ ICFന്റെയും റിസാല സ്റ്റഡി സർക്കിളിന്റെയും ഒട്ടനവധി പ്രവർത്തകർക്കൊപ്പം ഔഖാഫിന്റെ പ്രതിനിധികളും നേതാക്കളും ഇവിടുത്തെ പോലീസ് മേധാവികളും സ്വീകരിക്കാനുണ്ടായിരുന്നു. അന്ന് തൊട്ടേ വാഹനത്തിന്റെ ഡ്രൈവറായി അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ എല്ലാ നിലക്കും സഹകരിക്കുന്ന, പൂർണ്ണമായും നമ്മുടെ വിശ്വാസത്തിലും ആദർശത്തിലും ശൈലിയിലും നമ്മോട് യോജിക്കുന്ന മനാഫ് ഹാജി, തൃശൂർ ജില്ല ചാവക്കാട് അഞ്ചങ്ങാടി മഹാനായ എന്റെ കൂടിയായ സയ്യിദ് ഹിബത്തുള്ള അൽ ബുഖാരി ഖദ്ദസുല്ലാഹു തആല അസ്റുൽ അസീസ് മഹാനവറുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളെപ്പോലെ കണ്ട മനാഫ് ഹാജി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു എന്നത് എനിക്ക് വളരെ ആശ്വാസകരമായി. വന്ന് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് മുസഫ സിനാഴിയിലെ ജുമാ മസ്ജിദിൽ പ്രോഗ്രാം, ആയിരങ്ങൾ നിറഞ്ഞ പ്രോഗ്രാം ആയിരുന്നു. അന്ന് തന്നെ പത്രങ്ങളിലും മീഡിയകളിലും ആ പ്രോഗ്രാം നിറഞ്ഞു നിന്നിരുന്നു. അതിനുശേഷം എല്ലാ ദിവസങ്ങളിലും ജുമാക്ക് ശേഷം, വെള്ളിയാഴ്ചകളിൽ, മറ്റു ദിവസങ്ങൾ അസറിന് ശേഷവും തറാവീഹിന് ശേഷവും വളരെ ജനനിബിഡമായ സദസ്സുകൾ, ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ചാർട്ട് നൽകി ഔഖാഫ് അറിയിക്കുന്നു. അത് ആനുകാലിക വിഷയങ്ങൾ. ഇന്ന് സംസാരിക്കേണ്ട വിഷയം രാജ്യസ്നേഹവും ഭരണാധികാരികളോട്, നിയമപാലകരോട്, നീതിപീഠത്തോട്, മാതാപിതാക്കളോട്,
കുടുംബ കാരണവന്മാരോട്, തറവാട് നേതാക്കളോട് ആദരവും ബഹുമാനമായിരുന്നു. ഇന്നലെ സംസാരിക്കേണ്ടത് സാമ്പത്തിക ബാധ്യതകൾ, കടം വാങ്ങേണ്ടത്, കടം വാങ്ങിയവർ ചെയ്യേണ്ട മര്യാദകൾ, കടം വീട്ടാതിരുന്നാലുള്ള പ്രത്യാഘാതങ്ങളും, ഇങ്ങനെ സമൂഹം അറിഞ്ഞിരിക്കേണ്ട വിവിധ തുറകളിലെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് സ്വദേശികളും വിദേശികളുമായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തില് വിദേശികൾ ലക്ഷ്യം വെച്ച്, വിശിഷ്യ മലയാളികളെ ലക്ഷ്യം വെച്ച് മലയാളത്തിലും മറ്റുള്ള സ്വദേശികളെ ലക്ഷ്യം വെച്ച് അറബിയിലും 2 ഭാഷയിലും സ്ഥിരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ സദസ്സിലും ജനനിബിഡമാണ്. ഇവിടുത്തെ ഔദ്യോഗിക പത്രമായ അൽ ഇത്തിഹാദില് 1/2 പേജോളം 2 റിപ്പോർട്ട്, 2 ഫോട്ടോ, 8 കോളോ ഫോട്ടോ നാഷണൽ തിയേറ്ററിലെയും അതുപോലെ ഷാർജ പള്ളിയിലെയും പ്രോഗ്രാം ഇത്തിഹാദ് പത്രത്തിലൂടെയും അൽ വഹദ, ഗൾഫ് ന്യൂസ് ഉള്ള പത്രങ്ങളിലൂടെ ഫേസ്ബുക്കിലൂടെ അറിഞ്ഞിരിക്കുന്നു, മനസ്സിലാകുന്നു. അപ്പോഴാണ് UAE ഭരണകൂടം നമ്മുടെ ഇന്ത്യക്കാരെ എത്രമാത്രം പരിഗണിക്കുന്നു, അവർക്ക് എന്തെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവ് കൂടിയാണ്. ഇതിന് സഹകരിച്ച എല്ലാവർക്കും, വിശിഷ്യ ഈ വാർത്ത അറിഞ്ഞ നിമിഷം തൊട്ട് ICF-ന്റെയും റിസാല സ്റ്റഡി സർക്കിളിന്റെയും പ്രവർത്തകർ വളരെ മത്സരത്തോടെ ഓരോ പ്രോഗ്രാമുകളും ഒന്നിന് മറ്റൊന്ന് മെച്ചമാകുന്ന രൂപത്തിൽ, ഒന്നും മറ്റൊന്നിനേക്കാൾ പിന്നിലാവാത്ത രൂപത്തിൽ വളരെ വളരെ ആവേശത്തോടെ നോട്ടീസുകളും വാൾ പോസ്റ്ററുകളും പത്രപരസ്യങ്ങളും റേഡിയോ ചാനലുകളിലുള്ള പരസ്യങ്ങളൊക്കെ കൊടുത്ത് വളരെ വളരെ ശ്രദ്ധേയമാക്കുന്നു എന്നത് നമ്മുടെ സംഘടനാ സെറ്റപ്പിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. ഇത്രമാത്രം ജനനിബിഡമായ വേദി മറ്റ് രാജ്യങ്ങളൊന്നും നടക്കാതിരിക്കുന്നത് അവിടെ നമ്മുടെ ഈ സംഘടനാ സെറ്റപ്പുകളും സംവിധാനങ്ങളും നെറ്റ്വർക്കുകളും ഇല്ലാത്തത് കൊണ്ട് ഇവിടെയാണ് നമ്മുടെ സംഘടനാ നെറ്റ്വർക്കും ചാനലുകളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും ഒക്കെ നേരിട്ട് ബോധ്യപ്പെടുന്നത്. എല്ലാവർക്കും അർഹമുർ-റഹീമായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ, അവർക്കെല്ലാ വിജയങ്ങളും നൽകുമാറാവട്ടെ. മലബാർ ക്ലാസ് റൂം അള്ളാഹു താല നാൾക്ക് നാൾ ഇജ്ജത്തിലേക്ക് അള്ളാഹു താല ഉയർത്തുമാറാവട്ടെ, എല്ലാ പുരോഗതി നൽകുമാറാവട്ടെ. ഈ സന്ദർശനം കൊണ്ട് മഅ്ദിനു സഖാഫത്തുൽ ഇസ്ലാമിയയുടെ ഭാവി വളർച്ചയ്ക്ക് വല്ല നേട്ടവും UAE ഗവൺമെന്റിന്റെ പക്ഷത്തു നിന്നും അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇവിടെ ഞാൻ വന്നത് മഅ്ദിനിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെയോ പ്രതിനിധിയായിട്ടല്ല, മറിച്ച് മൊത്തം ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ പ്രത്യേകം ഇവിടെ പരാമർശിക്കുന്നില്ല. എന്നിരുന്നാലും തടിച്ചുകൂടുന്ന ആയിരങ്ങൾ അവരുടെ സംസാരം കേട്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും നമ്മുടെ നേതൃത്വത്തെക്കുറിച്ചും പ്രസ്ഥാന ബന്ധുക്കളെക്കുറിച്ചും ഒക്കെ അവർ മനസ്സിലാക്കുകയും അതിലൂടെ അവർ നമ്മുടെ സംഘടനയിലേക്കും സ്ഥാപനങ്ങളിലേക്കും എല്ലാ മേഖലകളിലേക്കും അടുക്കാൻ ഒരു വിത്ത് നട്ടുപിടിക്കലും പഠിപ്പിക്കലാകും. ആ വിത്ത് മുളച്ച് കായ്കനികൾ നിറയുമ്പോൾ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ ഒരുപോലെ കായ്കനികൾ പറിച്ചെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ ഞാൻ പ്രസംഗത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു സ്ഥാപനം പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. കാരണം വേദികളിൽ പല വിഭാഗം ജനങ്ങളും ഉണ്ടാകുമല്ലോ. ഓഡിയൻസിനെ പരിഗണിക്കുക നാടിന്റെ ഭരണകൂടത്തിന്റെ നിയമങ്ങൾ, പ്രത്യേകിച്ച് കൂടെ ഡ്രൈവറും മുറാഫിക്കും എല്ലാം നോട്ട് ചെയ്യുന്നതും വോയിസ് റെക്കോർഡർ വെച്ച് എല്ലാം റെക്കോർഡ് ചെയ്ത് അത് അപ്പോൾ തന്നെ എല്ലാം ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്കത് നിർബന്ധമായ ബാധ്യതയാണ്.
പുണ്യ റമദാൻ വ്രതശുദ്ധിയുടെ വിശുദ്ധ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലോകം അങ്ങയുടെ വാക്കുകൾക്കായി കാതോർക്കുകയാണ്. ഇപ്പോൾ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ വിവിധ രാഷ്ട്രങ്ങളിൽ വിശ്വാസിവൃന്ദം അങ്ങയുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവരോടായി അങ്ങേക്ക് നൽകാനുള്ള റമദാൻ സന്ദേശം? റമദാൻ 5 അക്ഷരങ്ങളാണ്. റാ, മീമ്, വാദ്, അലിഫ്, നൂന്. ഈ റാ ധരിപ്പിക്കുന്നത് റഹ്മ, മീം ധരിപ്പിക്കുന്നത് മഗ്ഫിറ, വാദ് വമാനും ബിൽ ജന്ന, അലിഫ് അമാനും മിനൽ അദാബ്, നൂൻ നൂറും മിനല്ലാഹ്. സാധാരണഗതിയിൽ റമദാനെ കുറിച്ച് നമ്മുടെ അതിഥി എന്ന് പറയാറുണ്ട്. അതിലേറെ ഏറ്റവും അനുയോജ്യമായ പദം റമദാൻ നമ്മുടെ അതിഥിയാണ് എന്ന് പറയലായിരിക്കും ഏറ്റവും നല്ലത്. പ്രധാനമന്ത്രി നമ്മുടെ അതിഥി എന്ന് പറയുന്നതിലേറെ പ്രധാനമന്ത്രി അതിഥിയാണ് നമ്മളെന്ന് പറയുന്നതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം പ്രധാനമന്ത്രിയിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. എന്നാൽ അതിലേറെ റമദാനിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതാണ് ഈ 5 അക്ഷരങ്ങൾ ധരിപ്പിക്കുന്നത്. റഹ്മ, മനുഷ്യന്റെ കുടുംബ ജീവിതത്തിലും അവന്റെ വ്യാപാരത്തിലും വ്യവസായത്തിലും തൊഴിലിലും എല്ലാ മേഖലകളിലും നന്മയും വിജയവും കരുണയും കൈവരിക്കുക എന്നത് എല്ലാ പുരോഗതിയുടെയും ഒരു ജനറേറ്ററാണ്, ഒരു പവർ സ്റ്റേഷനാണ്. അത് ഈ റമദാനിലൂടെ നമുക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റാവുന്ന സമയമാണ്. രണ്ടാമത് മീമ്, മഗ്ഫിറത്ത്, പാപമോചനം. മനുഷ്യന്റെ ജീവിതം നൈമിഷികമാണ്. ശാശ്വതമായ പാരത്രിക ജീവിതത്തിൽ, ഈ ഭൗതിക ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളുമെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാള്. ആ നാളിൽ ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദു മാ അമിലു ഹാദിറൻ വലാ യദ്ലിമു റബ്ബുക അഹദ. ഏത് കൂരിരുട്ടിൽ ആരാരും അറിയാതെ എന്തെല്ലാം ചെയ്തോ അതെല്ലാം റെക്കോർഡാക്കപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനുഷ്യന്റെ വേദനാജനകമായ അവസ്ഥ. എന്നാൽ ഇതിന് പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള അസുലഭ നിമിഷങ്ങൾ ഇടർന്ന ശബ്ദത്തോടെ, വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ സർവസ്വം റബ്ബിൽ സമർപ്പിച്ച് അള്ളാഹുവിന്റെ കൈകൾ ഉയർത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാപമോചനം നൽകുക തന്നെ ചെയ്യും. റഹ്മത്ത് ചോദിച്ചു വാങ്ങണം, മഗ്ഫിറത്ത് വാങ്ങണം. അതിലൂടെ വാദ്, മൂന്നാമത്തെ അക്ഷരം ലമാനും ബിൽ ജന്ന, സ്വർഗം കൊണ്ട് റബ്ബ് ജാമ്യം നിൽക്കുന്ന റമദാനായി നമ്മുടെ റമദാൻ മാറണം. ഈ മൂന്നും ഉണ്ടാകുമ്പോൾ അലിഫ് അമ്മാനും മിനൽ അദാബ്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, ആ ബർസഖിയ ലോകത്തെ എല്ലാ പരാജയങ്ങളും നമുക്ക് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ പ്രകാശം, അത് 5ഉം കൈവരിക്കാൻ ഒരു സുവർണാവസരം. അതിന് പരമാവധി ഖുർആൻ പാരായണം ചെയ്യുക. തറാവീഹ് 20 റക്അത്ത് ഒരു കാരണവശാലും മുടക്കാതിരിക്കുക. വിത്റുകളും തഹജ്ജുദും റവാത്തി മുഅക്കദും ഗൈറു മുഅക്കദും എല്ലാ സുന്നത്തുകളും കൃത്യമായി നിസ്കരിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിലും പ്രീതിയിലും കഴിഞ്ഞുകൂടുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഓൺലൈൻ പ്രബോധന രംഗത്ത് ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം, പ്രത്യേകിച്ച് മഅ്ദിനു സഖാഫത്തുൽ ഇസ്ലാമിയയുടെ മുഴുവൻ പ്രോഗ്രാമുകളും ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുന്ന KMIC, വിശിഷ്യ വരാനിരിക്കുന്ന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്തിന്റെ തത്സമയ സംപ്രേഷണത്തിനു വേണ്ടി KMIC വൻ സജ്ജീകരണങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് KMICയെ കുറിച്ച് അങ്ങക്ക് പറയാനുള്ള അഭിപ്രായം? എന്താണ് അതിന്റെ പ്രവർത്തകരോടായി അങ്ങക്ക് നിർദ്ദേശിക്കാനുള്ളത്? അൽഹംദുലില്ലാഹ്, ആധുനിക അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അത് അശ്ലീലങ്ങളിലും അനാശാസ്ത്ര പ്രവർത്തനങ്ങളിലും മുഴുകിക്കൊണ്ടിരുന്നപ്പോൾ
ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഇസ്ലാമികവൽക്കരിക്കാനും അത് അശ്ലീലങ്ങളിൽ നിന്നും അനാശാസ പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തമാക്കാനും കഴിയുമെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്ത ആദ്യത്തെ ഒരു സാങ്കേതിക വിദ്യാ പ്രോഗ്രാമാണ് KMC കേരള മലബാർ ക്ലാസ് റൂം എന്ന് എന്നും അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും. ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് ഐഡിയകളിലൂടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ഒരു സാമ്പത്തിക ബാധ്യതകളുമില്ലാതെ വിശിഷ്യ സ്വന്തം നാടും വീടും കുടുംബവും ഒഴിവാക്കി ലോകത്തിന്റെ പല ഭാഗങ്ങളും ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോൾ, അതുപോലെ ചൈന, ഹോങ്കോങ്ങിലൊക്കെ ചെല്ലുമ്പോഴാണ് ഈ മലബാർ ക്ലാസിന്റെ ഒക്കെ ആവശ്യകത മനസ്സിലാക്കിയത്. ഗൾഫിലൊക്കെ നമുക്ക് സംഘടനാ സെറ്റപ്പുകളും സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് അവിടെ പ്രഭാഷണ വേദികളൊക്കെ പലർക്കും കിട്ടിയെന്ന് വന്നേക്കാം. ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ചൈന, ഹോങ്കോങ്, മലേഷ്യ, ബ്രൂണ ഉള്ള സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവിടെ സംഘടനാ സെറ്റപ്പുകളോ സംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട്, എന്നാൽ അവർ ഫാമിലി ഒന്നിച്ച് ജീവിക്കുന്നവരാകുമ്പോൾ 8-10 വർഷം കഴിയുമ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. അത് തുച്ഛമായ ലീവ് കഴിഞ്ഞ് വീണ്ടും അവിടത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നേതാക്കളെ കുറിച്ചോ പ്രസ്ഥാനങ്ങളെ കുറിച്ചോ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ചോ സ്ഥാപനങ്ങളെ കുറിച്ചോ ഒരു ദിശാബോധമില്ലായിരുന്ന ഒരു സമൂഹത്തിലേക്ക് അൽഹംദുലില്ലാഹ് സംഘടനയുടെയും സ്ഥാപനങ്ങളുടെയും വിശിഷ്യ മഅ്ദിൻ സഖാഫത്ത് ഇസ്ലാമിയുടെ എല്ലാ പ്രോഗ്രാമുകളും വളരെ നല്ല നിലയിൽ KMC കേരള മലബാർ ക്ലാസ് റൂം പ്രക്ഷേപണം ചെയ്യുന്നു എന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ റമദാൻ 27 രാവ് അന്നേ വരെ പ്രക്ഷേപണം ചെയ്യപ്പെട്ടതിൽ ഏറ്റവും വേദികളുള്ള ക്ലാസ് റൂം ആയിരുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ അതിന്റെ എല്ലാ പ്രവർത്തകർക്കും അതിന്റെ എല്ലാ ശില്പികൾക്കും എല്ലാ വിജയാശംസകളും എല്ലാ ഐശ്വര്യത്തിനും സമാധാനത്തിനുമുള്ള സദാസമയത്തും ദ്വാ ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും വേദനിപ്പിച്ച രംഗമാണ് നമ്മുടെ മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിനായ സജീവ പ്രവർത്തകന ബഹ്റൈൻ സൂഫി ഹാജിയുടെ ഭാര്യ കഴിഞ്ഞ മാസം മരണപ്പെട്ടു. 40 കഴിഞ്ഞ് ഉടനെ തന്നെ കേവലം 36 വയസ്സുള്ള അനുജനും മരണപ്പെട്ടു. ഇന്ന് അനുജൻ മരിച്ച 7 or 8 ആണ് എന്റെ ഓർമ്മ അനുസരിച്ച്. അങ്ങനെ നമ്മുടെ കുറെ പ്രവർത്തകര് റബ്ബേ അവരെല്ലാ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, അവരുടെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ ധാരാളം അൽഹംദുലില്ലാഹ് താഹിറുദ്ദീൻ ഹാജി, ദുബായ് ലത്തീഫ് ഹാജി, അബുദാബി ലത്തീഫ് ഹാജി, ദുബായ് റഫീഖ്, ഇങ്ങനെ തുടങ്ങിയ ഞാനത് പേര് പറയുമ്പോൾ കുറെ ആളുകളുണ്ട്. ജലീൽ ബടവൂര്, അങ്ങനെ മുസമ്മില്, ഫൈസല്, അള്ളാഹു തആല എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു തആല എല്ലാവിധ വിജയങ്ങളും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥന സദാസമയത്തും ഇതൊരു ഇഖ്ലാസോടുകൂടെ ഇതിൽ ഏത് നല്ലതിലും കളങ്കം വന്നു പോകാൻ സാധ്യത പലപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നീ നിമിത്തം ഏതെങ്കിലും ഒരു മനുഷ്യൻ വല്ല ഹിദായത്തും ലഭിച്ചാൽ അതിനേക്കാൾ ഉത്തമമായ മറ്റൊന്നുമില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മഹാദൗത്യമാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടാലും അള്ളാഹു തആല അതെല്ലാം ഖൈറായ പരിഹാരം നൽകുമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും എല്ലാ ആശംസകൾ ഒന്നുകൂടി നേരുന്നു. MIC ന്യൂസ് ടൈമിന് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട സമയം കണ്ടെത്തിയതിന് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ 1000 നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. UAE-യിൽ നിന്നും പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ റമദാൻ അതിഥിയായി UAE-യിലെത്തിയ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുടെ UAE-യിലെ അനുഭവങ്ങളും റമദാൻ സന്ദേശവുമാണ് KMIC ന്യൂസ് ടൈമിലൂടെ നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. നാളെ ഗസ്റ്റ് ഡെസ്കിൽ സുന്നി കൈരളിയുടെ ആത്മീയാചാര്യനും
കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ചെയർമാനുമായ സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ പങ്കെടുക്കുന്നു. നാളെ രാവിലെ ഇന്ത്യൻ സമയം 9:30 ഫറൂഖിൽ നിന്നും ഷാഫി സഖാഫി മുണ്ടമ്പ്ര കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സംസാരിക്കുന്നു. തുടർന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് വഹാബിസത്തിലെ ജിന്ന് എന്ന വിഷയത്തിൽ നൌഷാദ് അഹ്സനി ഒതുക്കങ്ങൾ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സംസാരിക്കുന്നു. ഇന്ത്യൻ സമയം 4:30 ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കാൻ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ഒരുക്കുന്ന സുവർണാവസരം മസാലിഹ് ദേവ കോളേജ് മുദരിസ് ഫക്രുദ്ദീൻ ലത്തീഫിയുടെ നേതൃത്വത്തിൽ തജ്വീദ് ക്ലാസ് നടക്കും. ഇന്ത്യൻ സമയം 6:45 കർമ്മശാസ്ത്രപരമായ സംശയങ്ങൾ ദൂരീകരിക്കാൻ KMIC ഒരുക്കുന്ന ഫിഖ് ക്ലാസിന് സൈദി കൊട്ടുക്കര നേതൃത്വം നൽകും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷുക്കൂർ വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ അറസ്റ്റിൽ. ജയരാജനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജയരാജന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നാളെ CPM ഹർത്താൽ. അറസ്റ്റിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ അക്രമം. ഇന്നും നാളെയും ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ പ്രേരിതമായ കള്ളക്കേസാണെന്ന് P. ജയരാജൻ. പാർട്ടിയെ തകർക്കാൻ കോൺഗ്രസ് ശ്രമമെന്ന് പിണറായി വിജയൻ. പവർ ഗ്രിഡുകൾ തകരാറിലായതിനെ തുടർന്ന് മുടങ്ങിയ വൈദ്യുതി വിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി കേന്ദ്ര ഊർജ്ജമന്ത്രി വീരപ്പ മൊയ്ലി. ദുബായ് രാജ്യാന്തര ഖുർആൻ അവാർഡ് കാന്തപുരത്തിന്റെ പ്രഭാഷണം ശനിയാഴ്ച നടക്കും. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും KMIC ന്യൂസ് ടൈം എന്ന ബേലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന സംഘടനാ വാർത്തകളും മറ്റു വാർത്തകളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC_newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlinenews.com. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇതേ സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.